നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഔക്സ്ബർഗ് സീറോ മലബാർ സമൂഹം സന്ദർശിച്ച കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. ആശാവർക്കർമാരുടെ സമരം ലോക്സഭയിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഉത്തരവ് നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം. ചോദ്യപേപ്പർ ചോർച്ച കേസ് ഷുഹൈബിന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ജർമ്മനിയിലെ ഔക്സ്ബർഗ് സീറോ മലബാർ സമൂഹം സന്ദർശിച്ച കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഔക്സ്ബർഗിലെ മലയാളി സമൂഹത്തിനോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നൂറുകണക്കിന് മലയാളികളാണ് ഈ അനുഗ്രഹ നിമിഷത്തിൽ പിതാവിനോടൊപ്പം പങ്കുചേർന്നത്. ഔക്സ്ബർഗിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷമായിരുന്നു കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവിന്റെ സന്ദർശനം. പിതാവ് തന്റെ ആദ്യ ജർമ്മൻ സന്ദർശനത്തിൽ തന്നെ ഔക്സ്ബർഗിലെ സീറോ മലബാർ സമൂഹത്തെ സന്ദർശിക്കുകയും വലിയ നോമ്പുകാലം തന്റെ പ്രഭാഷണത്തിലൂടെയും സാമീപ്യത്തിലൂടെയും അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തു. ഔക്സ്ബർഗ് രൂപതയിലെ സീറോ മലബാർ കോർഡിനേറ്ററായ റെവറൻഡ് ഫാദർ ബെന്നി പാലപ്പുറത്ത് MST കർദിനാളിനെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഔക്സ്ബർഗ് സീറോ മലബാർ സമൂഹത്തിന്റെ പ്രതിനിധിയായി ജിൻസ് ജേക്കബ്, ദീപ ടോം എന്നിവർ പിതാവിനെ ബൊക്ക കൊടുത്ത് സ്വീകരിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവായിരുന്നു മുഖ്യ കാർമ്മികൻ. സഭയുടെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും ജർമ്മനിയിൽ സംരക്ഷിക്കേണ്ടതിന്റെയും നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകത ഊന്നിപ്പറയുന്നതായിരുന്നു പിതാവിന്റെ പ്രസംഗം. പാവങ്ങളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മാതൃക പ്രത്യേകം ഓർത്തു പറഞ്ഞു. ജർമ്മനിയിലെ വിവിധ രൂപതകളിൽ സേവനം ചെയ്യുന്ന ചങ്ങനാശ്ശേരി രൂപതയിലെ നിരവധി വൈദികർ ദിവ്യബലിയിൽ സഹകാർമ്മികരായിരുന്നു. അതോടൊപ്പം ഔക്സ്ബർഗ് രൂപതയിൽ സേവനം ചെയ്യുന്ന നിരവധി വൈദികർ സിസ്റ്റേഴ്സും ദിവ്യബലിയിൽ പങ്കെടുത്തു. ഔക്സ്ബർഗ് രൂപതയെ പ്രതിനിധീകരിച്ച വെരി റെവറൻഡ് ഫാദർ നിക്കോളസ് വുർസറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പാരിഷ് ഹാളിൽ ഒത്തുകൂടുകയും കൂവക്കാട്ട് പിതാവിനോടൊപ്പം സൗഹൃദ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കർദിനാളിന്റെ സാന്നിധ്യം സമൂഹത്തിലെ ഐക്യത്തെയും ആത്മീയതയെയും കൂടുതൽ ഉണർത്തുകയും വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ആത്മീയ ഓർമ്മകൾ നൽകുന്നതുമായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിനെ ഉപഹാരം നൽകി. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനും സംസ്കരിക്കുവാനുമുള്ള ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവരൊരു പ്രയാസമായി പറഞ്ഞ് അതിനു വേണ്ടുന്ന ചെലവ് ആര് വഹിക്കുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലൂടെ വെടിവെക്കാനും സംസ്കരിക്കാനുമുള്ള ചെലവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത്, രണ്ട് കാര്യം പറഞ്ഞല്ലോ, കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കും. കാസർഗോഡ് കൂടുതൽ RRTOകളും ഫോറസ്റ്റ് സ്റ്റേഷനും ആലോചനയിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം കണ്ണൂർ മൊകേരി പഞ്ചായത്തിലെ വള്ളിയായിൽ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞയാഴ്ച കർഷകൻ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി AK ശശിധരന്റെ നിർദ്ദേശപ്രകാരമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. ഫോറസ്റ്റ് ഡിവിഷനു കീഴിലുള്ള അംഗീകൃത ഷൂട്ടർമാരായ ജോബി സെബാസ്റ്റ്യൻ, CK വിനോദ് എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് തിരച്ചിൽ നടക്കുന്നത്. KP മോഹനൻ MLA, മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ എന്നിവർക്ക് പുറമെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ആറളത്തെ കാട്ടാന ആക്രമണം ഉയർന്നുവന്നു. മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച് ആറളത്തെ വന്യജീവി ആക്രമണം തടയുമെന്നും വനമന്ത്രി AK ശശിധരൻ വ്യക്തമാക്കി. ആറളത്തെ സവിശേഷമായ സാഹചര്യമാണെന്നും അതെങ്ങനെ മറികടക്കുമെന്ന് ഓരോ ആഴ്ച കൂടുന്തോറും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ ശ്രമം തുടരുമെന്നും നിയമസഭയിൽ AK ശശിധരൻ പറഞ്ഞു. സാറേ, മന്ത്രി ഇപ്പം തന്നെ പറഞ്ഞു, ആറളം ആദിവാസി മേഖലയിലെ 2 ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസം. അവിടെ ഒരു ആദിവാസി യുവതി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. ഇനിയൊരാൾ ആറളത്ത് ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ സർ എന്ന ചോദ്യത്തിന് അങ്ങേക്കും എനിക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതിനെന്ത് ഉത്തരം ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കും? സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗ അക്രമം, പ്രത്യേകിച്ച് ആന അക്രമം ആദിവാസി മേഖലയിൽ, ആറളം പുനരധിവാസ മേഖലയിൽ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ
എന്തൊക്കെ എങ്ങനെയൊക്കെ? ആറളം ഫാമിൽ രണ്ടുപേരെ കൊലപ്പെടുത്താനിടയായ വന്യജീവി അക്രമം സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരുമാണ് അവിടെ 2 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. വളരെ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സർ, അവിടെ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച രൂപത്തിലുള്ള ജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, വളണ്ടിയർ സംഘടന, പോലീസ്, ഫയർ സർവീസ് ഇവരുടെ നേതൃത്വത്തിലൊരു ടീം അവിടെ അങ്ങയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങത് 2-3 തവണയായി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6-ാം തീയതി കണ്ണൂരിൽ വന്ന് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനുഷ്യസാധ്യമായ ഒരു ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉറപ്പാണ് നമുക്ക് നൽകാനുള്ളത്. പക്ഷേ അങ്ങേക്കറിയാം, ആറളം ആറളം വനവും ആറളത്തിലെ ഫാമും തമ്മിലുള്ള, ഇപ്പോൾ ഫാമിലാണ് വന്യജീവികളുള്ളത്, കാട്ടിലല്ല. ആറളം ഫാമിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളാണ് ദൗർഭാഗ്യവശാൽ അവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന വസ്തുതയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ആറളത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ അവരെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരം ലോക്സഭയിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആശാവർക്കർമാർക്ക് 233 രൂപയാണ് ദിവസവേതനമെന്നും അത് ലഭിക്കുന്നില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. VK ശ്രീകണ്ഠൻ MP, ശശി തരൂർ തുടങ്ങിയവരും വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ആരാണിതിനെ ഉത്തരവാദികൾ? ആശാവർക്കർമാരുടെ മാസവേതനം 21,000 രൂപയായി നിജപ്പെടുത്തണം. അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം. 30 ദിവസത്തിലേറെയായി സമരം നടത്തുകയാണ് അവർ. എല്ലാ ആശാവർക്കർമാരും അവിടെ സമരം ചെയ്യുകയാണ്. അവർ സമൂഹത്തിന്റെ ആരോഗ്യ പോരാളികളാണ്. 2005-ൽ UPA സർക്കാരാണ് ആശാവർക്കർ എന്ന ആശയം നടപ്പാക്കുന്നത്. തെലങ്കാന, കർണാടക, സിക്കിം സർക്കാരുകൾ വേതനം കൂട്ടി നൽകി. റിട്ടയർ ചെയ്താൽ കയ്യിൽ ഒന്നുമില്ലാതെ അവർ തിരികെ പോകേണ്ട അവസ്ഥയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഇതിന് ഉത്തരം ലഭിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ആശാവർക്കർമാരുടെ വിഷയം VK ശ്രീകണ്ഠൻ MP മലയാളത്തിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ശശി തരൂർ MPയും ലോക്സഭയിൽ ഉന്നയിച്ചു. ഇന്ത്യൻ ആരോഗ്യരംഗത്തെ ഹീറോകളാണ് ആശാമാർ. അവരുടെ പങ്കാളിത്തം വിസ്മരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ അവരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. എന്നാൽ തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. കേരളത്തിൽ 7,000 രൂപയാണ് മാസവേതനം ലഭിക്കുന്നത്. സർക്കാർ അത് കൃത്യമായി നൽകുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അവർ സമരം നടത്തുന്നത്. സ്ത്രീകളായതുകൊണ്ടാണോ അവരുടെ സമരം ആരും കാണാതെ പോകുന്നതെന്നും ശശി തരൂർ MP ചോദിച്ചു. സഭ സമ്മേളിച്ച് ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ത്രിഭാഷ നയത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കലിൽ DMK-യാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. എന്നാൽ DMK യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പാർട്ടി രാഷ്ട്രീയ അവസരവാദം കാട്ടുകയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. അതിനിടെ മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മണിപ്പൂരിലെയും ജമ്മുവിലെയും ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഹംപയിൽ ഇസ്രായേൽ സ്വദേശിനിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിലെ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. സംഭവത്തെ തുടർന്ന് കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ സന്നാഹം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയും ഉറപ്പു നൽകി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ഹംപി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിലവിലെ സുരക്ഷാ വീഴ്ചകൾ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവതികൾക്കൊപ്പമുണ്ടായിരുന്ന 3 പുരുഷന്മാരെ തുംഗഭദ്ര കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് പ്രദേശവാസികളായ 3 യുവാക്കൾ ചേർന്ന് ഇവരെ പീഡിപ്പിച്ചത്. കനാലിലേക്ക് വീണ US പൗരനടക്കം 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒഡീഷ സ്വദേശിയായ യുവാവ് മുങ്ങി മരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം.
ചൈനയുടെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ടിക്ടോക്കിന്റെ വിൽപ്പനയ്ക്ക് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് US. 4 ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ കമ്പനിക്ക് ഉടമസ്ഥാവകാശം കൈമാറുവാനാണ് നീക്കം. ഡേറ്റ സുരക്ഷിതമല്ലെന്ന ആശങ്കകളുടെ പേരിൽ നടപടി നേരിടുന്ന സ്ഥാപനമാണ് ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ ചൈനീസ് മാതൃകമ്പനി ബൈറ്റ് ഡാൻസിന് ഇത് വിൽക്കാനുള്ള സമയപരിധി ഏപ്രിൽ 5 എന്നത് നീട്ടുകയോ അല്ലെങ്കിൽ US നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ടിക്ടോക്കിന് ട്രംപ് 75 ദിവസം കാലാവധി നൽകിയതാണ്. ഈ സമയപരിധി അടുക്കുന്നതിനിടെയാണ് പരാമർശം. ജനുവരി 19 കോൺഗ്രസ് നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞതോടെ ആപ്പ് ഓഫ്ലൈനായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെയാണ് ടിക്ടോക്ക് താൽക്കാലികമായി പ്രവർത്തനക്ഷമമായത്. ടിക്ടോക്ക് വിൽക്കാനുള്ള അവസാന തീയതി വൈകാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു. ടിക്ടോക്കിനെ പൂർണ്ണമായി നിരോധിക്കാനുള്ള മുൻ സർക്കാരിന്റെ ശ്രമങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റമാണ് ട്രംപിന്റെ സമീപനമെന്നാണ് വിലയിരുത്തൽ. ചൈനയുമായി വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടുന്നതെന്നും ശ്രദ്ധേയം. സംയുക്ത സംരംഭത്തിലൂടെ ടിക്ടോക്കിന്റെ 50% ഓഹരികൾ US ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. വിൽപ്പനാ ചർച്ചകളുടെ മേൽനോട്ടത്തിന് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൻസിനെയും കഴിഞ്ഞ മാസമാണ് ട്രംപ് നിയോഗിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഷുഹൈബിന്റെ സത്യവാങ്മൂലവും കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിക്കും. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത്. നാസറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. 2024 ഓണപരീക്ഷയിലും ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അതിലേക്കും അന്വേഷണം ഇനിയുണ്ടാവില്ല. കേസിലെ 2ാം പ്രതിയായ അധ്യാപകന്റെ മൊഴിയിൽ നിർണായക സൂചന ലഭിച്ചുവെന്നാണ് വിവരം. അതേസമയം മലപ്പുറം സ്വദേശിയായ എയ്ഡഡ് സ്കൂൾ അധ്യാപകനെ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്തിട്ടുമില്ല. കേസിലാകെയുള്ളത് 4 പ്രതികളാണ്. MS സൊല്യൂഷന്റെ ഉടമയായിട്ടുള്ള ഷുഹൈബ് ഫഹദ്, ജിഷ്ണു, 4ാം പ്രതിയായ പ്യൂൺ അബ്ദുൾ നാസർ എന്നിവരാണ് പ്രധാന പ്രതികൾ. MS സൊല്യൂഷനെ സമാനമായി മറ്റ് ചില ഏജൻസികൾ കൂടിയുണ്ട്. അവരും സമാനമായ രീതിയിൽ വർഷങ്ങളായി ചോദ്യപേപ്പറുകൾ പ്രവചിച്ചിരുന്നു. അതിലേക്കും ഇനി അന്വേഷണം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇനി ഇതിന്റെ പേരിൽ ഉണ്ടാവില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരോപണവും ആക്ഷേപവും ഉയർന്ന 2024 ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം നടത്തി ഇപ്പോൾ നിലവിലുള്ള പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പാദവാർഷിക പരീക്ഷകളിലായി പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് ചോർത്തി യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു. 2017 ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 2024 മാർച്ച് മാസത്തിലെ SSLC പരീക്ഷയുടെയും ഓണം ക്രിസ്മസ് പരീക്ഷകളുടെയും സമയത്ത് കാഴ്ചക്കാരുടെ എണ്ണം വീണ്ടും കൂടി. യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പിയടിച്ചത് കണ്ടെത്തിയിരുന്നു. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. പരാതിയിൽ കൊടുവള്ളി AEO അന്വേഷണം നടത്തുകയും താമരശ്ശേരി DEO മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിക്കകത്ത് ഒരു വെല്ലുവിളിയുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോഗ്യകരമായ ചർച്ചയും സ്വയം വിമർശനവുമാണ് സമ്മേളന ദിവസങ്ങളിൽ നടന്നത്. പാർട്ടിക്കകത്ത് ഒരപസ്വരവുമില്ല. പൂർണ്ണമായും യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. പത്മകുമാറൊന്നും പാർട്ടിക്ക് പ്രശ്നമുള്ള കാര്യമല്ലെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. പത്മകുമാർ സമൂഹമാധ്യമത്തിൽ പ്രതിഷേധക്കുറിപ്പിടാനുള്ള സാഹചര്യം പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ക്ഷണിതാവാക്കുക എന്നത് കീഴ്വഴക്കമാണെന്നും രാജു എബ്രഹാം പറഞ്ഞു. വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷണിതാവാക്കിയത്. സംസ്ഥാന കമ്മിറ്റി മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള വേദിയാണ്. മറ്റു മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. പത്മകുമാർ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയ ആളാണ്. പാർട്ടി ഭരണഘടനാ പ്രകാരം ഇത്തരം അഭിപ്രായങ്ങൾ പാർട്ടി ഘടകത്തിലാണ് പറയേണ്ടതെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. മന്ത്രി എന്ന നിലയിൽ വീണയുടെ പ്രവർത്തനം മികച്ചതാണ്. വീണ ജോർജിന്റെ പ്രവർത്തനം എല്ലാവരും അംഗീകരിക്കുന്നു. 12-ന് ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം പരിശോധിക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. കാനഡയിലെ ലിബറൽ പാർട്ടി നേതാവായി മാർക്ക് കാർണിയെ തിരഞ്ഞെടുത്തു. ഇതോടെ ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകും. കാനഡയുടെ 24ാമത്തെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി.
1.5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ മാർക്ക് കാർണിക്ക് 86% വോട്ട് ലഭിച്ചതായാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെയാണ് കാർണി പരാജയപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചത്. 9 വർഷത്തിലേറെ ഭരണത്തിലിരുന്ന ശേഷമായിരുന്നു ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയത്. ട്രൂഡോയുടെ പിൻഗാമിയായി ലിബറൽ പാർട്ടി നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുന്നിലായിരുന്നു 53-കാരനായ കാർണി. 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ 8ാമത്തെ ഗവർണറായിരുന്നു അദ്ദേഹം. 2011 മുതൽ 2018 വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായി. 2008-ലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കാനഡയെ സഹായിച്ചതിലൂടെ ഗോൾഡ്മാൻ സാക്സിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന കാർണിയുടെ പ്രശസ്തി വർദ്ധിച്ചു. നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരനെന്നാണ് വിവിധ സർവേകളിൽ കാർണിയെ കാനഡക്കാർ വിശേഷിപ്പിക്കുന്നത്. ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർക്ക് കാർണി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചു. കാനഡ ശക്തമാണെന്ന് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ കാർണി പങ്കുവച്ചു. വിശ്വസനീയ വ്യാപാര പങ്കാളികളുമായി ഉറച്ച ബന്ധത്തിനാണ് ആഗ്രഹം. ട്രംപിന്റെ താരിഫ് ഭീഷണികളെ കണക്കിലെടുക്കുന്നില്ല. അദ്ദേഹം വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് കാനഡയുമായി US കൈകോർക്കണം. അതുവരെ തിരിച്ചടികൾ തുടരും. കാനഡയുടെ വിഭവങ്ങളും ഭൂമിയും രാജ്യവും അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നു. ഇത് കാനഡക്കാരുടെ ജീവിത രീതിയെ നശിപ്പിക്കുമെന്നും കാർണി പറഞ്ഞു. MV ഗോവിന്ദൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പിണറായി വിജയൻ CPM കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച പേരാണ് MV ഗോവിന്ദന്റേത്. സമ്മേളനം വഴി ഗോവിന്ദൻ ആദ്യമായാണ് സെക്രട്ടറിയാകുന്നത്. സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി പ്രവർത്തിച്ച മികവിന് അംഗീകാരമായാണ് MV ഗോവിന്ദനെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 2028-ൽ അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഗോവിന്ദന് പ്രായം 74 ആയിരിക്കും. CPMലെ പ്രായപരിധി നിബന്ധന ബാധകമാവില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് ഗോവിന്ദൻ ആദ്യം സംസ്ഥാന സെക്രട്ടറി ആയത്. ഇതിനു മുൻപ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് പിണറായി വിജയൻ മാത്രമാണ്. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നയനാർ മന്ത്രിസഭയിൽ നിന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയത്. ദീർഘകാലം ആ ചുമതലയേറിരുന്ന പിണറായി വിജയൻ പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിയായാണ്. പിണറായിയേക്കാൾ സൗമ്യ മുഖമാണെങ്കിലും ഇടപെടലിലും പാർട്ടി ശൈലിയിലും അദ്ദേഹത്തിന്റെ പകർപ്പാണ് MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ, ആഫ്രിക്കൻ വൻകരയിൽ, ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരുന്നതും പുതിയ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് UK ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ ഉള്ള മേഖലയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമെല്ലാം അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോകം എങ്ങോട്ടേക്കാണ് യാത്ര എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്തെമ്പാടും അമേരിക്ക ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത്. അതിന് ജനകീയ ചൈനയുണ്ട്, ക്യൂബയുണ്ട്. ക്യൂബക്കെതിരായിട്ട് ട്രംപിൻ്റെ അതിശക്തിയായ കടന്നാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനിക്കുന്ന വർഗവുമെല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം, അതാണ് നരേന്ദ്രമോദി. വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ
അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നു വരും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാറ്റകെട്ടി ഇറങ്ങി പുറപ്പെട്ട, യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 430 സീറ്റ് കിട്ടണം. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം. അതുവഴി 2025 RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുക, മതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം. ആ ഉന്നം പരാജയപ്പെട്ടു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന സമിതിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. 3ാം ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം കരസ്ഥമാക്കി ഇന്ത്യ. ഫൈനലിൽ കരുത്തരായ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കിരീടമണിഞ്ഞത്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഇന്ത്യയുടെ 3ാമത്തെ കിരീട വിജയമാണിത്. ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഇതാദ്യമായി ഇന്ത്യ ഒരു ICC ഏകദിന ചാമ്പ്യൻഷിപ്പ് നേടുന്നുവെന്ന സന്തോഷമുണ്ട് ഇന്ത്യക്ക്. തുടർച്ചയായ 2 ICC കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ഖ്യാതിയോടെ രോഹിത് ശർമ്മയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡ് ഉയർത്തി 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ടൂർണമെന്റിലുടനീളം ഫോമില്ലായ്മയുടെ പേരിൽ പഴികെട്ട രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഫൈനലിൽ ഇന്ത്യക്ക് തുണയും ധൈര്യവുമായത്. രോഹിത്താണ് മത്സരത്തിലെ താരം. 4 മത്സരങ്ങളിൽ 65.75 ശരാശരിയിൽ 263 റൺസ് നേടി ടോപ്പ് സ്കോററായ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ താരം. തുടക്കം മുതൽ മനോധൈര്യത്തോടെ നേരിട്ട രോഹിത് 83 പന്തുകൾ നേരിട്ട് 76 റൺസ് നേടി. 48 റൺസ് നേടിയ ശ്രേയസ് അയ്യരും വിജയത്തിൽ നിർണായകമായി. 49ാം ഓവറിലെ അവസാന പന്തിൽ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിൽ നിന്ന് വന്ന 4 ചരിത്ര വിജയത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചത്. KL രാഹുലും ജഡേജയുമാണ് ജയിക്കുമ്പോൾ ക്രീസിൽ. 3 സിക്സും 7 4കളും സഹിതം 83 പന്തുകളിൽ നിന്നാണ് രോഹിത്തിന്റെ 76 റൺസ്. ടൂർണമെന്റിലെ രോഹിത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണിത്. ഒടുവിൽ അനാവശ്യമായി ക്രീസിൽ നിന്ന് കയറി കളിക്കാൻ ശ്രമിച്ച് പുറത്തായി. രജിൻ രവീന്ദ്രയുടെ ഓവറിൽ ക്രീസിൽ നിന്ന് കയറി കളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ പന്ത് വിക്കറ്റ് കീപ്പർ ടോം ലാഥമിന്റെ കയ്യിലെത്തി. ലാഥം സമയം പാഴാക്കാതെ സ്റ്റംപ് ചെയ്യുകയായിരുന്നു. ഒരറ്റത്ത് രോഹിത് ശർമ്മ തകർപ്പനടികളുമായി മുന്നോട്ട് പോകവേ മറുവശത്ത് ആങ്കറിംഗ് റോളിലായിരുന്ന ശുഭമൻ ഗിൽ 19ാം ഓവറിലാണ് വിക്കറ്റ് കളഞ്ഞത്. 50 പന്തു നേരിട്ട ശുഭമൻ ഗിൽ ഒരു 6 സഹിതം 31 റൺസ് നേടി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.